Good morning. Good Good morning. morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning, ma'am. നമ്മളൊക്കെ കണ്ടിട്ട് കുറെ കുറച്ചായല്ലോ എന്തോ മാമിനെ ഹലോ മാം കാണാത്തില്ല. കേട്ടില്ല. ഞാനും അതന്നെ പറയായിരുന്നു. ടച്ച് വുഡ് എല്ലാവരും ഒരേപോലെ ശരിക്കും നിങ്ങളുടെ ക്ലാസ് വരുന്ന ദിവസം എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പൊ ആരെങ്കിലും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ വേറൊരു ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഇനി എന്തായാലും ഞാൻ അത് ആവർത്തിക്കില്ല. ഐ സ്വെയർ. ഐ മീൻ കോമ്പൻസേറ്റ് ആയിട്ട് ഞാൻ ഏതെങ്കിലും ഡെയിലി ക്ലാസ് വരികയും ചെയ്യും. പിന്നെ എന്റെ 2 ക്ലാസ്സസ് ആയിരിക്കും പെർ വീക്ക് ഇനി ഉണ്ടാകുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് 2 ക്ലാസ്സസ് ആഴ്ചയിൽ ഉണ്ടാകും. എനിവേ അതിന്റെ കാര്യം ഞാൻ ഷെയർ ചെയ്യാം. ബിഫോർ ദാറ്റ് വി വിൽ സ്റ്റാർട്ട് വിത്ത് അവർ പ്രയർ. ഓക്കെ, ആരാ പ്രയറിന് റെഡി ആയിട്ടുള്ളത്? My name is Tessie. Good morning, everyone. Father God, we thank you for today. Thank you for giving us another chance to experience the warmth of your love and feel your boundless grace. We ask ഫീ അറിയുന്നില്ലെന്ന് തോന്നുന്നു. മീൻസ് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ. ഞാൻ വിചാരിച്ചു എന്റെ ഇവിടുത്തെ പ്രോബ്ലം ആണ്. ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു. ഫിയ, ഞങ്ങൾ കേൾക്കുന്നില്ല. മ്യൂട്ടാണേ. വീഡിയോ സ്റ്റക്കായി പോയോ? Okay, ഞാൻ repeat ചെയ്യാം. പ്ലീസ്. My name is Tessie. Father God, we thank you for today. Thank you for giving us another chance to experience the warmth of your love and feel your boundless grace. We ask that you bless us with knowledge and understanding as we study our lessons for today. Help us, dear Lord, to be obedient to our teacher and to be hearing and respectful to our batchmates. Be with us. Inspire us and lead us to be more like you. May our doings for today bring honor and glory in the name of Jesus Christ, our Lord and Savior. Amen. Thank you. ജെസ്സി എന്നാണോ പേര്? പറഞ്ഞേ, പേരെന്തായിരുന്നു പറഞ്ഞു? ടെസ്സി. ജെസ്സി. ഞാനവിടെ ഫിയാന്ന് വായിച്ചു. ഫിയ മോളുടെ പേരാണ്. ഓക്കെ, ടെസ്സി. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ്? Sign in. Hi everyone, I am Anjima and I am super excited to be here today. A warm welcome to our amazing teacher and my lovely classmates. Let's have a great time learning together. I also invite Sajana for today's thought. Thank you. Good morning, everyone. My name is Sajana. Today's thought: your attitude determines your altitude. നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങളുടെ ഉയരം നിർണ്ണയിക്കുന്നത്. That means your mindset, perspective and attitude towards life, challenges and opportunities greatly influence your level of success, achievement and overall well-being. നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളോടും അവസരങ്ങളോടുമുള്ള മനോഭാവം, കാഴ്ചപ്പാട് എന്നിവ നിങ്ങളുടെ വിജയ നിലവാരത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. Thank you all. ഓക്കെ, നിങ്ങൾക്ക് അറിയൂന്നറിയില്ല, നിങ്ങളുടെ ബാച്ചിലേക്ക് 4 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവര് മലയാളീസ് അല്ല, അവര് നാഗാലാൻഡിൽ നിന്നുള്ളവരാണ്. അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്തായിരിക്കും? അപ്പൊ ഡെഫിനറ്റ്ലി ലാംഗ്വേജ് ഇഷ്യൂ. സോ വാട്ട് വി ക്യാൻ ഡു, ഹൗ ടു ഹെൽപ്പ് ദം, നമുക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും? നമ്മളുടെ ക്ലാസ് ശരിക്കും മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇംഗ്ലീഷിലാണ് പോകേണ്ടത്. ബട്ട് നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ടെന്നുണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ us ടു ഡു ലൈക്ക് ദാറ്റ്.
നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ എല്ലാ ക്ലാസ്സിലും, എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലും ലാസ്റ്റ് 20 മിനിറ്റ്സ് നമ്മളുടെ അന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് ബ്രീഫ് ചെയ്യാം. നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത്, അവർക്ക് ഭയങ്കര ഹെൽപ്പായിരിക്കും. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ്, ഈ രണ്ട് കാര്യമാണ്. മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം സഹായിക്കുന്നു. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മൾ ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെന്നെങ്കിലും അതൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ നമ്മൾക്കൊരു ഹെൽപ്പ് കിട്ടും. അത് എക്സ്പെക്ടേഷൻസ് ഒന്നും അല്ല കേട്ടോ, പ്രതീക്ഷയൊന്നുമല്ല. നമ്മൾ അതങ്ങനെ യൂണിവേഴ്സ് അങ്ങനെ ആക്കുവാണ്, അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. യൂണിവേഴ്സിന്റെ ഒരു രീതിയാണ്, പ്രപഞ്ചം അങ്ങനെയാണ് പ്രിപ്പയർഡ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കാരണം അവർ ഫുൾ ക്ലാസ് റെക്കോർഡ്, അവർ പകല് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ്. ഫുൾ ക്ലാസ് റെക്കോർഡ് അവർ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് അറിയാത്തൊരു ലാംഗ്വേജും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്താൽ പോലും നമുക്ക് മനസ്സിലാവില്ല അല്ലെ. നമ്മൾ മലയാളം ഇംഗ്ലീഷും മിക്സ് ചെയ്താൽ പറഞ്ഞാൽ പോലും അവരുടെ ടൈം വെറുതെ പോകും. അപ്പൊ നമുക്ക് ലാസ്റ്റ് 20 മിനിറ്റ്സ് നമ്മുടെ അന്നത്തെ ക്ലാസ് ഒന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അവർ ആ ലാസ്റ്റ് 20 മിനിറ്റ്സ് മാത്രം റെക്കോർഡ് കണ്ടാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആര് മുന്നോട്ട് വന്നാലും ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. പിന്നെ ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞാൻ ഒരു നമ്പർ കേട്ടോ, അതിൽ തന്നെയാണ് വാട്സപ്പും കോളും ഉള്ളത്. അപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കണ കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ ക്ലാസ്സിലൊക്കെ ആയിരിക്കും. സ്കൂൾ തുറന്നാൽ ഒട്ടും പറ്റിയെന്ന് വരില്ല, സ്കൂളിലൊക്കെ പോകേണ്ടി വരും. അപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ തിരിച്ചു വിളിക്കേണ്ടതാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അത് എടുക്കും കേട്ടോ. അപ്പോ ഞാൻ നമ്പർ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ അത് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ കുട്ടികളെ പേഴ്സണലി എപ്പോഴും എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പൊ അവരെ ഇതുപോലെ അസൈൻമെന്റ് എഴുതുന്ന കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഡൗട്ട്സ് വന്നാൽ അവർക്ക് ഫ്രീ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നമ്പറും കൂടെ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. മാം, ഞാൻ കിമ്മുമായിട്ട് കോണ്ടാക്ട് സജന. സജന കിമ്മുമായിട്ട് സംസാരിച്ചിരുന്നോ? അപ്പോ ഈ ലെക്ചർ നോട്ട്സ് ഒക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ അറിയുന്നില്ല. വെരി ഗുഡ്. അപ്പൊ എങ്ങനെ സജന കിമ്മുമായിട്ട് കണക്റ്റഡ് ആയി? അത് എന്നെ കോണ്ടാക്ട് ചെയ്ത്. അതെയോ, വെരി ഗുഡ്. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ലാസ്റ്റ് 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സോ ഒന്ന് ബ്രീഫ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും, അവർക്കും. പിന്നെ ഞാൻ എവറി വീക്ക് തുടങ്ങിയിട്ടില്ല, അവർക്ക് ഞാൻ ഒരു ക്ലാസ് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ഇവര് 4 പേരുണ്ട്. അത് നൈറ്റിലായിരിക്കും ആ ക്ലാസ്. അത് ഇംഗ്ലീഷ് തന്നെയായിട്ട് അത് ബ്രീഫിംഗ് അല്ലേ നമുക്ക് നടക്കുള്ളൂ. അവർ ഓക്കെയാണ് അതില്. മാം നമ്പർ ഒന്നും കൂടി തരും മാം. എന്റെയാണോ? അപ്പൊ വന്നായിരുന്നു, പക്ഷെ അപ്പൊ തന്നെ പോയി. അതെയോ, ഞാൻ പിൻ ചെയ്ത് കാണാൻ പറ്റൂ? കാണാമോ? ഇല്ല. അതെന്തുപറ്റി അങ്ങനെ പോയത്? ചേച്ചി അത് ഇൻബോക്സിൽ കിടപ്പുണ്ടാവും. നമ്മുടെ സ്ക്രോൾ ചെയ്ത് നോക്കൂ. 3 ഡോട്ട് കിടക്കുന്നുണ്ട്, അതിൽ കുത്തിയ ഇൻഫോൾ മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് കിടപ്പുണ്ട്. കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരസ്പരം ഷെയർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ പ്ലാറ്റ്ഫോം ഇല്ലേ? സേവ് ചെയ്ത് ചുരുട്ടോ, ജിഷ കേസ് എന്റെ പേര്. പ്രൊഫൈലിൽ കാണുന്ന തന്നെയാണ് എന്റെ ഒഫീഷ്യൽ നെയിം. ഓക്കെ, സോ നമുക്കപ്പോ ക്ലാസ് അങ്ങനെ പോവാം. അപ്പൊ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് തരേണ്ടത്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനാ. നിങ്ങളുടെ ക്ലാസ്സസ് എവിടം വരെയായി? ഓരോ ടീച്ചർമാരെടുക്കുന്നത് എനിക്കൊന്ന് പറഞ്ഞുതരാം. അപ്പൊ എല്ലാ ആഴ്ചയിലും നമ്മൾ 2 ദിവസം കാണും, ചിലപ്പോ എക്സ്ട്രാ ഒരു ദിവസം ഒക്കെ കാണും. നാളെയും 10:30 ഞാൻ വേറെ ക്ലാസ്സിലെയും ഞാൻ തന്നെയായിരിക്കും. ഏതൊക്കെ ടീച്ചേഴ്സ് ഉള്ള? HD മിസ്സ, അപർണ മിസ്സ, രണ്ട് അശ്വതി മിസ് അല്ലേ? പേന എടുത്തോട്ടെ, ഒരു സെക്കൻഡേ.
ഒരു അശ്വതി മിസ് ഇംഗ്ലീഷ് അല്ലേ, അത് പ്രോബ്ലം ഇല്ല, അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അശ്വതി മിസ്സിന്റെ പോർഷൻസ് എവിടെ വരെയായി? മാം ഹെൽത്ത് കെയറിനെ കുറിച്ച് ടൈപ്പ് എടുക്കുന്ന മാം. ഹെൽത്ത് കെയർ മാം ഏതൊക്കെ യൂണിറ്റ് എടുത്തു എന്നൊന്ന് പറയാമോ? ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. നമ്പർ പറഞ്ഞാലും മതി, യൂണിറ്റിന്റെ പേര് പറഞ്ഞാലും മതി. നമ്പർ യൂണിറ്റ് 3 എടുത്തു. പാർട്ട് 1. അതെ. പിന്നെ യൂണിറ്റ് 7 എടുത്തു. ഓക്കെ, എടുത്തുകൊണ്ടിരിക്കുന്നു. യൂണിറ്റ് 7 ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഓൺഗോയിങ് ആണ്. ഓക്കെ, അപർണ മിസ്സോ? 4, 5. 4, 5. അത് പാർട്ട് 1 തന്നെയാണ് ഞങ്ങൾ എല്ലാരും. ഇപ്പോ പാർട്ട് 2ലേക്ക് പോയിട്ടില്ല എല്ലാരും? ഇല്ല. Okay. ഇനി ഞാൻ എവിടെ എടുക്കുന്നേ എന്നോട് പറഞ്ഞുതരാമോ? യൂണിറ്റ് കഴിഞ്ഞിട്ടില്ല നമ്മള്? ഇല്ല. ചാപ്റ്റർ ഒന്ന് ഷെയർ ചെയ്തേ കേട്ടോ. എവിടെ വരെയായി? ഇതിൽ നമ്മൾ ഏത് പോർഷൻ വരെയായി? വെൽനസ്. വെൽനസ് ഡിഫറെന്റ് ഏരിയ അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പല ഫേസസ് നമ്മൾ അതിലേക്ക് പോയിരുന്നു. നമ്മുടെ ഫിസിക്കൽ വെൽനസ്, ഇമോഷണൽ വെൽനസ്, കംപ്ലീറ്റ് ആയ സോഷ്യൽ വെൽനസ്, ഇന്റലക്ച്വൽ വെൽനസ് വരെ പറഞ്ഞു. എനിക്ക് പേരറിയില്ല. ലൗലി. യെസ് മാം. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? പേര് പറയുന്നത് കേൾക്കുവാണ്, വായിച്ചു നോക്കുവാണ്. ഓക്കെ, ലൗലി തന്നെയല്ലേ പേര്? ഫുൾ എന്താ? ലൗലി ഡിഗോൾ. ലൗലി ഡിഗോൾ. എവിടെ വീട്? നോർത്ത് പറവൂർ തന്നെയാണ്, കൂട്ടുകാട് എന്ന് പറയും. ആണോ? ഓ ശരി ശരി. ഓക്കെ, നമ്മളിപ്പോ ഹെൽത്ത്, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെ. അമ്മയുടെ വോക്കിലൊരു അവര് പാരന്റ്സ് ഒരു കുട്ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അവരതിനനുസരിച്ച് ഹെൽത്ത്, അപ്പൊ നമുക്ക് കഴിഞ്ഞിട്ടതിനെ പറ്റി ശ്രദ്ധിക്കുക എന്നുള്ളതല്ല, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ പാരന്റ്സ് അതിനെ പറ്റി തിങ്ക് ചെയ്യുന്ന സമയം തുടങ്ങി ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആവും. ശരി, അതിന്റെ കുറെ കൂടെ ബാക്കിലേക്ക് പോകുമ്പോൾ പെൺകുട്ടികളോട് പൊതുവെ പാരന്റ്സ് പറയുന്നേക്കാം, ഇങ്ങനെ ഈ ചെറുപ്പത്തിൽ അവരുടെ ഒരു അഡോളസൻസ് പ്രായത്തിൽ, അതായത് മെൻസ്ട്രുവേഷൻ ഒക്കെ ആവുന്ന ഒരു ടൈമില് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തന്നെ പറയും, ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് പിന്നീടാന്ന് പറയില്ലേ, അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെ. ഒരു അമ്മയാകുമ്പോ ആ സമയത്ത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ആ കഴിക്കേണ്ട പ്രായത്തില് ശരിയായ രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും, നല്ല ഹെൽത്ത് ആയിരിക്കും, പിന്നെ മെൻസ്ട്രുവേഷൻ ഒക്കെ കറക്റ്റ് ആയിരിക്കും. അതൊക്കെയാണ് അവര് പഴയ ആൾക്കാർ ഈ പറയുന്നതിന്റെ ഒരു അർത്ഥം. കുട്ടികളാണെങ്കിലും അവരും നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം, അവരുടെ ഫുഡ് ഹാബിറ്റ്സും ക്ലീൻ വാട്ടർ, പിന്നെ
ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഫോളോ ചെയ്യരുത് രണ്ടുപേരും. അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. ഒരു അമ്മയാകാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും ഒരുപോലെ തന്നെ ഹെൽത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഹെൽത്ത് ഭയങ്കര കൺസേൺ ആണ്. അപ്പൊ ഹെൽത്തിനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞു. നമ്മൾ ഇത്രയും കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഹെൽത്ത് എന്ന് പറയണ അല്ലെ. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, നമ്മൾ എക്സസൈസസ് ചെയ്യണം, നമ്മളുടെ ഏജും ആരോഗ്യവും ഹെൽത്തും അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ക്രോണിക് ഡിസീസസ് ഉണ്ടെങ്കിൽ അതിനും അനുസരിച്ച് വേണം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഫിസിക്കൽ ഫിറ്റ്നസിന് എടുക്കുന്ന എക്സസൈസുകളും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വെൽനസ് എന്നുള്ളൊരു ഭാഗത്തേക്ക് പോകുമായിരുന്നു. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്ന ലിങ്ക് ഷെയർ ചെയ്ത് തന്നിരുന്നോ? ഇല്ല. അത് ഷെയർ ചെയ്ത് തരാം. നമുക്ക് PDF ഇല്ലാത്തൊരു കാര്യമാണ്. ബട്ട് വി ഹൗ ടു നോ അബൌട്ട് ദാറ്റ്. നമുക്കത് അറിയണം, നമുക്ക് മനസ്സിലാവണം വെൽനസ് ഏത് ഏരിയയിലാണ് വരുന്നത്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ലൗഡ് വൺസ്, കാരണം അവർക്കൊരു ടെൻഷൻ വരുന്നത് ഈ ഒരു പല പ്രശ്നങ്ങൾ കൊണ്ടാണ്. നമുക്ക് എല്ലാവരും എല്ലാ സമയത്തും വെല്ലായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, പക്ഷെ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അല്ലാണ്ട് ദുഃഖം വന്ന് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നുള്ളതല്ല. യെസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന കൺട്രിയിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് നമ്മളുടെ ഗവൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഫിനാൻഷ്യൽ വെൽനസ്, അത് എക്കണോമിക് സ്റ്റാറ്റസ് ഭയങ്കരമായിട്ട് ഡൗൺ ആകുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എല്ലാവർക്കും ഈക്വാലിറ്റി എന്നുള്ളത് അതിൽ വരാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. ഇപ്പൊ ചില ഏരിയകളിൽ ഗവൺമെന്റിന്റെ സഹായം വരും, അവരത് ചെയ്യണം. അവരുടെ ഡ്യൂട്ടി അതാണ്. നമ്മളല്ല അവരെ സേവിക്കേണ്ടത്, അവരാണ് നമ്മൾ സേവിക്കേണ്ടത്. അവരുടെ ഡ്യൂട്ടി അതാണ്. എല്ലാ മനുഷ്യർക്കും, എല്ലാ സിറ്റിസണും വെൽഫെയർ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഹ്യൂമൻ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളേണ്ടത്. നമുക്ക് പറയാനേ പറ്റൂ. അങ്ങനെ ചുരുക്കം ചില നേതാക്കന്മാർ വന്നു പോകുന്നു എന്ന്. എന്നാലും നമുക്ക് പല മീഡിയാസ് ഉണ്ട്, അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പലതും പറയാനും ഒക്കെ ഉണ്ട്. ഒരുവിധം ഒന്ന് ബാലൻസ് ചെയ്താൽ ലൈഫ് പോകും. നമ്മൾ വെൽനസ് എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നത്. ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. വെൽനസ് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. അതായത് വൺസ് അച്ചീവ് ചെയ്ത അത് അങ്ങനെ തന്നെ എന്നുള്ളതാണല്ല, അതിങ്ങനെ മൂവിങ് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. ഓക്കെ, വെൽനസ് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. അപ്പൊ നമ്മള് ഹെൽത്തും വെൽനസും കൂടെ പലപ്പോഴും ഒന്നാണോ? ബട്ട് എന്താ പറയാ, ഹെൽത്ത് വെൽനസിന്റെ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നതും വെൽനസുമായിട്ട് കണക്റ്റഡ് തന്നെയാണ്. അതൊരു സ്റ്റെപ്പാണ്. വെൽനസിന് കുറേ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ, അതായത് അതിലൊരു ബ്രാഞ്ച് പോലെ ഒരു ചിറക് പോലെ തന്നെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ WHO ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിരുന്നു ഹെൽത്തിനെ കുറിച്ച്. അതെന്താണ്, നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കുന്നതല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ്, നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹ്യപരവുമായ സുഖം, സമാധാനം, സന്തോഷം, അതാണ് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വെൽനസിന് ഇത്രയും ഇമ്പോർട്ടൻസ്. വെൽനസിന്റെ പല ഏരിയകളും ഇപ്പോഴും റിസർച്ചിലാണ്. നമ്മൾ ഫിസിക്കൽ വെൽനസ് പറഞ്ഞു. ഫിസിക്കൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം, അതിന്റെ സുഖം, ആ ഒരു വെൽഫെയർ ആണ് ഫിസിക്കലി വെൽബീയിങ് എന്നതുള്ളത് തന്നെയാണ്. നമുക്ക് അത് കണക്ട് ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷ്യസ് ഫുഡും നമ്മുടെ റെസ്റ്റും, സ്ലീപ്പ്, ശരിയായ രീതിയിലുള്ള ഗുഡ് സ്ലീപ്പ്, അതാണ് ഫിസിക്കൽ വെൽനസിന്റെ അതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ആണെങ്കിൽ ആ വ്യക്തി ഫിസിക്കലി വെല്ലാണ്. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ഫിസിക്കലി നമ്മൾ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നു, ദെൻ ഗുഡ് റെസ്റ്റ്, ഗുഡ് സ്ലീപ്പ്, ആണ് ഫിസിക്കൽ വെൽനസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ അസുഖങ്ങൾ ബാധിക്കുന്നത് വളരെ കുറവായിരിക്കും. ഇൻഫെക്ഷൻസ് പെട്ടെന്നൊന്നും അങ്ങനെയുള്ള ആളിൽ വരില്ല. ബട്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചില ബാഡ് ഹാബിറ്റ്സ്, അതൊന്നും നമ്മൾ ഫോളോ ചെയ്യരുത്. ടുബാക്കോ യൂസ്, അതുപോലെ തന്നെ എന്താ പറയാ,
ഡ്രഗ്സ്, ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും. പിന്നെ ഡയറ്റ് ശ്രദ്ധിക്കണം, പ്രോപ്പർ എക്സസൈസസ് ചെയ്യണം, വെയിറ്റ് മാനേജ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരും. അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന മെഡിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് എടുക്കണം. അതൊക്കെയാണ് ഫിസിക്കൽ വെൽനെസ്സിൽ വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ഇമോഷണൽ വെൽനെസ് ആണ്. ഇമോഷണൽ വെൽനെസ് നമ്മൾ പറഞ്ഞ നമ്മുടെ ലൈഫില് കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ഈ അപ്പ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ആളുകളെ നഷ്ടപ്പെടും. ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ജോലി നഷ്ടപ്പെടാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ അടുപ്പുണ്ടായിരുന്ന ആൾക്കാർ നമ്മളോട് വളരെ ഇൻഡിഫറന്റ് ആയിട്ട് മോശമായി പെരുമാറും. ഇതെല്ലാം നമ്മളെ ബാധിക്കൂല്ലേ. മക്കൾ നമ്മളോട് വളരെ റൂഡായിട്ട് പെരുമാറാം. പാരന്റ്സ്, ഇൻലോസ്, അങ്ങനെ ആരും റിലേറ്റീവ്സ് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ വരാം. ഇതിനെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. ഈ ഒരു സ്ട്രെസ്സിനെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണം. അതാണ് ഇമോഷണൽ വെൽനെസ്. ഇതിനെല്ലാം വരുന്ന ജീവിതത്തിൽ വരുന്ന പ്രഷേഴ്സിനെ എല്ലാം നമുക്ക് മാനേജ് ചെയ്ത്, ആ ടഫ് സർക്കംസ്റ്റാൻസസിനെ എല്ലാം മാനേജ് ചെയ്ത് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ, അഡാപ്റ്റ് ചെയ്ത് പോകാൻ. അഡാപ്റ്റേഷൻ ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ അഡാപ്റ്റേഷൻ ചെറിയ പ്രായത്തിലേ തുടങ്ങുമ്പോൾ, മോണ്ടിസോറി മെത്തേഡ് ആണല്ലോ പറയുന്നത്. മറിയ മോണ്ടിസോറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്തോന്ന് തന്നെയാണ് നമ്മൾ പറയില്ലേ. ഏതോ ഒരു എല്ലാ റിലീജിയസ് ബിലീഫിലും പറയുന്ന തീമും എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെ വെഡിങ് സമയത്ത് ഇങ്ങനെ പറയുന്ന ഒരു വാക്കായിട്ട് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്നൊക്കെ പറയില്ലേ, സെയിം. അത് കോംപ്രമൈസ് ചെയ്ത് കഷ്ടപ്പെട്ട് കോംപ്രമൈസ് ചെയ്യാന്നുള്ളതല്ല. നമ്മൾ ഇഷ്ടത്തോടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് താല്പര്യത്തോടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈസ് ഓക്കെ, ഐ ആം ഓക്കെ വിത്ത് ദിസ് എന്നുള്ള രീതിയിൽ രണ്ട് സൈഡിൽ നിന്ന് വരണം. ഒരു സൈഡിൽ നിന്ന് മാത്രം കോംപ്രമൈസ്, മറ്റേ സൈഡിൽ നിന്ന് യാതൊരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളതല്ല ലൈഫ്. അപ്പൊ നമ്മള് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ചെറുപ്പം മുതലേ ശീലിക്കണം. വെള്ളത്തിന് ഷോർട്ടേജ് വരുന്ന സമയം അതിനനുസരിച്ച് വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നു. കറണ്ട് ബില്ല് ഒരു മാസം കൂടി, നെക്സ്റ്റ് മന്ത് തുടങ്ങി നമ്മൾ അത് കുറയ്ക്കാനുള്ള രീതിയിൽ അവിടെ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആകുവാണ്. പിന്നെ എന്താ പറയാ, മഴ വരുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആകണം. പിന്നെ വീട്ടിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ജോബിന് പ്രശ്നം വന്നു, ഇൻകം സോഴ്സ് കുറഞ്ഞു, അങ്ങനെ വരുമ്പോൾ അതുമായിട്ട് നമ്മൾ അഡാപ്റ്റഡ് ആകും. കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പം തുടങ്ങി ഇത് ശീലിക്കുമ്പോൾ അവരൊരു അഡൾട്ട് ആകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏത് സാഹചര്യങ്ങൾ വരുമ്പോഴും അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട്. അതിപ്പം അവരൊരു +2 കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയി പഠിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരില്ല. സാഹചര്യങ്ങളുമായിട്ട് അവർ യോജിച്ചു പോകും. അതൊക്കെ ഇനി മോണ്ടിസോറി മെത്തേഡിൽ വരുമ്പോൾ പഠിക്കേണ്ട കാര്യം. അപ്പൊ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അഡാപ്റ്റേഷനെ കുറിച്ച്. അപ്പൊ ഇവിടെ ഇമോഷണൽ വെൽനെസ് നമ്മൾ അതാണ് പറയുന്നത്. ലൈഫിലുണ്ടാകുന്ന സ്ട്രെസ്, പ്രഷർ, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് ആ ചേഞ്ചിനനുസരിച്ച്, ടഫ് സർക്കംസ്റ്റാൻസസിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റഡ് ആകണം, പൊരുത്തപ്പെട്ടു പോകും. നെക്സ്റ്റ് സോഷ്യൽ വെൽനെസ്, ഇന്ററാക്ഷൻ. അതാണ് നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, അല്ലെ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത്. ആളുകളോട് മിണ്ടാതെയോ നോക്കാതെയോ ചിരിക്കാതെയോ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റും. പലപ്പോഴും നമുക്കിപ്പോ ഒരു വെജിറ്റബിൾ ഷോപ്പിൽ പോയി നമുക്ക് പച്ചക്കറി വാങ്ങണം. നമ്മൾ ആ വെജിറ്റബിൾസ് എല്ലാം കൊണ്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യണം, അല്ലെ. പ്രൊവിഷൻ സ്റ്റോർ, അങ്ങനെ എവിടെ ചെന്നാലും നമുക്ക് അതുപോലെ തന്നെ ഓട്ടോ വിളിക്കണമെങ്കിൽ നമ്മൾ അയാളോട് ഇന്ററാക്ട് ചെയ്യണം. അപ്പൊ അതുപോലൊരു നമ്മൾ അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്കൂളുകള്, കുട്ടികൾക്ക്, അങ്ങനെ പലയിടത്തും, ഹോസ്പിറ്റലുകൾ, എവിടെ പോയാലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയാൽ മാത്രമാണ് കാര്യങ്ങൾ ശരിയായി നടക്കുള്ളൂ. അതാണ് സോഷ്യൽ വെൽനെസ്. മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇന്ററാക്ഷൻ പലപ്പോഴും ബുദ്ധിമുട്ടിലേക്കും പോകാറുണ്ടല്ലേ. പോസിറ്റീവായിട്ട് നമ്മൾ ഇതിനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്. അല്ലാതെ നമ്മളൊരു ഇൻഡിവിജ്വൽ, ഒരു സെപ്പറേറ്റ് സിംഗിൾ ആയിട്ട് ഒരു വ്യക്തിയായിട്ട്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കുന്നില്ല. അതൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗം. പിന്നെ ഈ പറയുന്നത് ഈ സോഷ്യലൈസ് ചെയ്യാറില്ല എന്നുള്ളത് ചിലരെ സംബന്ധിച്ച് ഒരു സൈക്കോട്ടിക് ഡിസോർഡർ പോലെ വരുന്നതും ഉണ്ട് കേട്ടോ. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് സ്കിസോഫീനിയ പോലുള്ള സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിസിൻസ് എടുക്കാതെ അത് മാറില്ല. അവര് സോഷ്യലൈസ് ചെയ്യുന്നതും
അവർ സോഷ്യലൈസ് ചെയ്യില്ല. കാരണം അവർക്ക് എപ്പോഴും സംശയങ്ങളും ആളുകളെ വിശ്വാസമില്ലായ്മയാണ് ആ ഒരു അസുഖത്തിന്റെ പ്രോബ്ലം. അത് പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്ത് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അത് അല്ലാതെ ചില ആളുകളുണ്ടല്ലോ ഭയങ്കര റഫ് ആൻഡ് ടഫ്, അവർക്ക് ആളുകളോട് സംസാരിക്കുന്നതോ ചിരിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല, മറ്റുള്ളവരെ അനുവദിക്കില്ല, അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. ഒരു സൊസൈറ്റിയുടെ ഭാഗമാകുമ്പോൾ നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ സോഷ്യലി ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അതാണ് സോഷ്യൽ വെൽനെസിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സോഷ്യൽ ആക്സെപ്റ്റൻസ് അതിന്റെ ഒരു ഡയമെൻഷൻ ആണ്. സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്വഭാവം, പല പേഴ്സണൽ ട്രേറ്റ്സ് ഉള്ള ആളുകളുണ്ട്. അവരെയെല്ലാം നമ്മൾ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാം. അതാണ് സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊന്നുമില്ല, ആ സൊസൈറ്റിയുമായിട്ടുള്ള നമ്മുടെ ഒരു പോസിറ്റീവ് കംഫർട്ട് ലെവൽ. ഇപ്പൊ പലപ്പോഴും ആളുകൾ വീട് മാറി പോവാറുണ്ട്. ചില ഏരിയയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ഈ ഒരു ഡിസ്കംഫർട്ട് അവർക്ക് ഫീൽ ചെയ്യുമ്പോഴായിരിക്കാം. പിന്നെ സോഷ്യൽ കോൺട്രിബ്യൂഷൻ, അതായത് സൊസൈറ്റിയിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് സോഷ്യൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നുള്ളൊരു ഫീല്, സോഷ്യൽ ഇന്റഗ്രേഷൻ. നമുക്കറിയാം, നമ്മളൊരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പല ആവശ്യങ്ങൾക്കും പല സർവീസസ് അല്ലെങ്കിൽ പല റിസോഴ്സസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ മദർ നേച്ചറിൽ നിന്ന് എടുക്കുന്ന നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, ഫുഡ്, അതുപോലെ തന്നെ വാട്ടർ. ഇതെല്ലാം നമ്മളുടെ നേച്ചറിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്. സോ വി ആർ കമ്മിറ്റഡ് ടു ദി മദർ നേച്ചർ, അല്ലെ? നമ്മൾ കമ്മിറ്റഡ് ആണ് നമ്മളുടെ യൂണിവേഴ്സുമായിട്ട്, നമ്മുടെ പ്രകൃതിയുമായിട്ട് നമ്മൾ കമ്മിറ്റഡ് ആണ്. വി ഹാവ് ടു കോൺട്രിബ്യൂട്ട് മെനി തിങ്സ് ടു ദ മദർ നേച്ചർ ഓർ യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ആളുകൾ പറയും എന്റെ ഫ്രീഡം, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ, ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നു. മരം വെട്ടിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഒരെണ്ണം വെട്ടിയാൽ 10എണ്ണെങ്കിലും മിനിമം നടണം. ആ ഒരു രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം നമ്മുടെ നാട്ടിലേക്ക്. ഓക്കെ, അതാണ് ഇതെല്ലാം ഈ ഒരു സോഷ്യൽ ഇന്ററാക്ഷനിൽ വരും, സോഷ്യൽ കോൺട്രിബ്യൂഷൻ എല്ലാം ഇതിൽ വരും. നെക്സ്റ്റ് വൺ ആണ് ഇന്റലക്ച്വൽ വെൽനെസ്. ഇന്റലക്ച്വൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി, ഹൗ വി ക്യാൻ അനലൈസ് തിങ്സ്, ഹൗ വി ക്യാൻ ഫൈൻഡ് സൊല്യൂഷൻ ഫോർ പ്രോബ്ലംസിന് വേണ്ടുന്ന സൊല്യൂഷൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഒരു വെൽ പേഴ്സൺ, ഈ ഇന്റലക്ച്വൽ വെൽനെസ് ശരിയായ രീതിയിലുള്ള ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെതായ അയാളുടെ ആ പ്രായത്തിനനുസരിച്ച്, അറിവിനനുസരിച്ച് നല്ലൊരു നോളജ്, സ്കിൽസ് ഉണ്ടാകും. ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, അയാളുടെ പൊട്ടൻഷ്യൽ ഉണ്ടാകും. അത് അയാൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ്, അതാണ് ഇന്റലക്ച്വൽ വെൽനെസ് വരുന്നത്. ആ ഉള്ള നോളജ് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാം, അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാം. നമ്മൾക്ക് ഏത് ഫീൽഡിലാണോ ഒരു അറിവുള്ളത് അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇന്റലക്ച്വൽ വെൽനെസ് കംപ്ലീറ്റ് ആകുന്നത്. അല്ലാതെ എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം പക്ഷെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഞാൻ നിങ്ങൾക്ക് മോണ്ടിസോറി മെത്തേഡിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് 50% മാത്രം പറഞ്ഞിട്ട് ബാക്കി 50 ഞാൻ ഉപയോഗിക്കും. അങ്ങനെ അറിയേണ്ടതാണ്, അതല്ലല്ലോ അതിന്റെ രീതി. നമ്മൾക്ക് എന്തെല്ലാം പൂർണ്ണമായും അറിയാം, നമുക്ക് കറക്റ്റ് നോളജ് ഉള്ള വിവരങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. തെറ്റായ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾക്ക് ശരിയായ അറിവ് അത് മറ്റുള്ളവരിലേക്ക് കൂടി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റലക്ച്വൽ വെൽനെസിന്റെ ഒരു ഭാഗം കൂടി. പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുക, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഇതെല്ലാം അതിൽ വരും. നെക്സ്റ്റ് സ്പിരിച്വൽ വെൽനെസ്. സ്പിരിച്വൽ വെൽനെസ് നമുക്കറിയാം, ലോകത്ത് ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്. ഹ്യൂമൻ ബീയിങ്സ് മാത്രമല്ല, പ്ലാൻ ലൈഫ് ഉണ്ട്, അനിമൽ ലൈഫ് ഉണ്ട്, അനിമൽസും ഉണ്ട്, ഹ്യൂമൻ ബീയിങ്സും ഉണ്ട്, അല്ലെ? അപ്പൊ ജീവനുള്ള കുറേ എന്താ പറയുക, കുറെ എലമെന്റ്സ് നമ്മളുടെ യൂണിവേഴ്സിലുണ്ട്. അപ്പൊ അതിന്റെ എക്സിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കുക. പലപ്പോഴും ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടികൾക്ക് അത് അറിയണം, ദൈവമുണ്ടോ, ദൈവമില്ലേ. So some force is there, they are controlling us. യൂണിവേഴ്സൽ അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. വിശ്വാസമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും, വിശ്വാസമുള്ളവർ അവരുടെ ഒരു രീതിയിൽ പറയും, നമ്മളെ
മുകളിൽ ഒരാളുണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യാന്ന് പറയും. അവിശ്വാസികൾ പറയും ഒരു സോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ട്, അതാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ മോർണിംഗ് സൂര്യൻ ഉദിക്കുന്നത് കാണുന്നത്, വൈകുന്നേരം ആകുമ്പോൾ അസ്തമിക്കുന്നത് കാണുന്നത്. അപ്പൊ അതാണ് സ്പിരിച്വൽ വെൽനെസ് വരുന്നത്. കാരണം അതിന് തർക്കം ആരും പറയില്ല. സം ഫോഴ്സ് ഈസ് ദർ വിച്ച് ഈസ് കൺട്രോളിങ് ഓൾ ഓഫ് ദിസ് എന്നുള്ള രീതിയിൽ ഈ ലൈഫിന്റെ എക്സിസ്റ്റൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാച്ചുറൽ ഫോഴ്സസ് യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോ അത് ഓരോരുത്തരും അവരുടെ ആക്ഷൻസ്, ചിലർക്കത് റിലീജിയസ് ബിലീഫ് ആയിരിക്കും, ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നുള്ള രീതിയിൽ അവർക്ക് വരും. മറ്റവരത് സയന്റിഫിക് ആയിട്ട് കാണുന്നു. ഇതാണ് ഒരു വ്യത്യാസം. എന്നാലും സം ഫോഴ്സ് ഈസ് കൺട്രോളിങ് അസ് ഇൻ ദ യൂണിവേഴ്സ് എന്നുള്ളത് എല്ലാവരും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ വ്യൂ പോയിന്റ് അനുസരിച്ച് വരുന്നു. ദാറ്റ് ഇസ് സ്പിരിച്വൽ വെൽനെസ്. പിന്നെ നമ്മൾ തർക്കിക്കാൻ പോരുത്, ഞാൻ പറയുന്നത് കറക്റ്റ്, ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള തർക്കമല്ല. നമ്മൾ വിശ്വസിക്കുന്നു ആ ഒരു ബിലീഫ്, അല്ലെങ്കിൽ വേറൊരാൾ വിശ്വസിക്കുന്നു അതൊരു സയൻസ് ആണ്. ഓരോരുത്തർക്കും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നു ആ ഒരു ബിലീഫ്, ആ എക്സിസ്റ്റൻസിന് കാരണം ഒരു ഫോഴ്സ് ആണെന്നുള്ളത്, നമ്മളുടെ എല്ലാം നിലനിൽപ്പിന് കാരണം ഒരു ഫോഴ്സ് ആണെന്ന് കാണുന്നത്. അതാണ് സ്പിരിച്വൽ വെൽനെസ്. നെക്സ്റ്റ് ഒക്കുപേഷണൽ വെൽനെസ്. നമ്മളുടെ ചോയ്സ് ഓഫ് പ്രൊഫഷൻ, നമുക്ക് ജോലി തിരഞ്ഞെടുക്കുന്നത്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, കരിയർ അംബിഷൻസ്, പേഴ്സണൽ പെർഫോമൻസ്, ഇതെല്ലാം ഒക്കുപേഷണൽ വെൽനെസ്സിന്റെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ആണ്. ഓക്കെ, അതായത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ജോലി എന്ന് പറയുന്നത് നിർബന്ധിതമായി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോ ഞാൻ നമ്മുടെ മോണ്ടിസോറി ഓരോ ബാച്ചിലും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ നേഴ്സ് ആയിട്ടൊരു നമുക്കൊരു ട്രെയിനിങ് ഉണ്ട്. ടീച്ചർ ആവാനുള്ള ആഗ്രഹമുണ്ട്, ഈ കോഴ്സിന് ചേർന്നിരിക്കുന്നു. ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അവരുടെ സർട്ടിഫിക്കറ്റ് സെറമണി ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഓക്കെ. സോ ഒക്കുപേഷണൽ വെൽനെസ് അതാണ് ചോയ്സ് ഓഫ് പ്രൊഫഷൻ. പിന്നെ ഉണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസിൽ, അതായത് ഗവൺമെന്റ് ജോബ് ഉള്ളപ്പോ പോസ്റ്റൽ അസിസ്റ്റന്റ് ആയിട്ട് ജോബ് ഉള്ള ഒരു കുട്ടി വന്നിരുന്നു. അത് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്, മോഡ്യൂൾ 3 ആണ്. അത് ഓൺലൈനായിട്ടും ചെയ്യും, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്നു ഉള്ള ഒരു മെറ്റീരിയൽസ് എല്ലാം വെച്ച് നിങ്ങൾ തന്നെ ചെയ്തെന്നു. അതിന് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര പ്ലീസിങ് ആയിട്ട് ചിരിച്ചിട്ടോ എന്നോട് പറഞ്ഞു, മാം ഞാൻ റെക്കോർഡ് ക്ലാസ്സാ കാണുന്നത്. പകലാണല്ലോ ക്ലാസ്, അത് അവർക്ക് പകലായിരുന്നു, 10:30 ഇതേ ടൈം തന്നെയായിരുന്നു. അപ്പോ ഓഫീസിൽ ഇരുന്ന് അങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോഴാ പറഞ്ഞു എനിക്ക് പോസ്റ്റ് ഓഫീസർ ജോലിയുണ്ട്. ഞാൻ ചോദിച്ചു ഗവൺമെന്റ് ജോലിയാണ്, സെക്യൂർഡ് ആണ് ലൈഫ്, ചെറിയ 2 കുട്ടികളുള്ളതാണ്. അപ്പൊ പറയണം രാവിലെ കുട്ടികൾ KG അങ്ങനെ കണ്ടുള്ളത്, KG-യിലുള്ളതും ഒരെണ്ണം ചെറിയ ബേബിയാ. അപ്പൊ അവരങ്ങനെ സ്കൂളിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോ ഈ കിച്ചണില് എന്റെ ക്ലാസ് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. എന്നോട് പറയാ എനിക്ക് ഇങ്ങനെ ഈ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞ് കേൾക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ ആള് ഹൃദയം കൊണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ കോഴ്സ് ചേർന്ന് കഴിഞ്ഞപ്പം എനിക്ക് എന്റെ കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി. ആൾക്ക് സ്കൂള് തുടങ്ങാൻ ആഗ്രഹം, ഭയങ്കര ആഗ്രഹം അതാണ്. പിന്നെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത സമയത്ത് ഇത് ലക്കിലി ഷീ ഗോട്ട് എ ജോബ് ഇൻ ഗവൺമെന്റ് സർവീസ്. അപ്പൊ അതുണ്ട്. സ്കൂള് തുടങ്ങണമെന്നാണ് ആഗ്രഹം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു സ്കൂളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തർക്കും ആ ഒരു അവരുടെ സാറ്റിസ്ഫാക്ഷൻ. അപ്പം ആ കുട്ടിയെ നോക്കുമ്പോൾ ആ കുട്ടി വളരെ സെക്യൂർഡാണ്, നല്ല സാലറി കിട്ടുന്ന ജോബാണ്, പെൻഷനും കിട്ടും. റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പല രീതിയിലുള്ള ആനുകൂല്യങ്ങളും അങ്ങനെ പലതും കിട്ടുമായിരിക്കും ഈ ഗവൺമെന്റ് ജോബ് കൊണ്ട്. ബട്ട് ആളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ ആകുക, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക, അവരുടെ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നലെ കോൺവെക്കേഷന് വന്ന കുറെ കുട്ടികളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ്, നമുക്ക് എവിടെയെങ്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടീച്ചറായിട്ട് കിട്ടുമായിരിക്കും. KG സെഷനിലോ 4ാം ക്ലാസ് വരെ നമ്മുടെ ഈ മോണ്ടിസോറിയുടെ ഇത് വെച്ചിട്ട്. വേണമെങ്കിലും കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് ചിന്തിക്കുന്നവര് നമുക്കൊരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യാൻ, അവരങ്ങനെ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. ഫ്രണ്ട്സ് 2-3 പേര് ചേർന്ന് ടേക്ക് കെയറോ സ്കൂളോ ചെയ്യുന്നവരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു മോണ്ടിസോറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
അത് ഇതുവരെ ആ ഒരു ചോയ്സിലേക്ക് ആരും പോണില്ല. ഇത് ഇപ്പം നമ്മളും ഇതുപോലെയുള്ള ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. മാം പറഞ്ഞതല്ലേ ഞങ്ങളൊന്ന് ആലോചിക്കാന്ന് പറഞ്ഞിട്ടു. അത് അങ്ങനെയുണ്ട്. ഇന്നലെ വന്ന ഒരു കുട്ടിക്ക് കിട്ടിയ ജോലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, നമ്മുടെ സ്മാർട്ട് സിറ്റി പോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അത് ഓഫ്ലൈൻ ക്ലാസ് ആട്ടോ, മോണ്ടിസോറി ട്രെയിനർ ആയിട്ട് ജോലി കിട്ടി. അതിന് ഞാൻ ചെയ്യുന്ന അതേ ജോബ്, ഭയങ്കര ഹാപ്പി ആയി ആള്. അതുപോലെയാണ് ഓരോരുത്തർക്കും ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു കാര്യമുണ്ട്. നിർബന്ധിതമായി ചില ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് അല്ലെ, ചിലർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ജോലി അല്ലാതെ നിർബന്ധിതമായി ചെയ്യേണ്ടവർ. അപ്പൊ അതൊക്കെയാണ് ഒക്യുപേഷണൽ വെൽനെസ് വരുന്നത്. അങ്ങനെ പ്രഷറൈസ്ഡ് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു വെൽനെസ് വരില്ല. പിന്നെ കരിയർ ആംബിഷൻ, ഒരു ജോലിയിൽ കയറി അതിൽ നിന്നും റിലേറ്റഡ് സ്റ്റഡി ചെയ്ത് പ്രൊമോഷൻ, അതൊക്കെ ഒക്യുപേഷണൽ വെൽനെസ് വരും. പേഴ്സണൽ പെർഫോമൻസ്, അതിന് കിട്ടുന്ന അപ്രൈസൽ അല്ലെ. പിന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്, ചിലപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിന് പകരം അതിനേക്കാൾ താഴെയുള്ള ഒരാളെ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ അവരുടെ ഓക്കുപേഷണൽ വെൽനെസ്സിനെ ബാധിക്കും. നെക്സ്റ്റ്, എൻവയോൺമെന്റൽ വെൽനെസ്. നമ്മള് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ലേഡീസിനാണ് ഈ ഒരു പ്രോബ്ലം കൂടുതലായിട്ട് വരുന്നത്. എൻവയോൺമെന്റൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ ജോലിയുള്ള ലേഡീസ്, അവർക്ക് വീടും നോക്കണം, ഓഫീസ്, അതായത് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് എൻവയോൺമെന്റൽ വെൽനെസ്. അതേസമയം ജെൻസിന് അത് വലിയ പ്രോബ്ലം വരില്ല. അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടാവും, മീൻസ് വൈഫ്, അമ്മ, സിസ്റ്റർ, അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കും. ഒരു വൺസ് മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് ആയിട്ട് വൈഫ് ഉണ്ടാവും. കുട്ടികളുടെ കുറേ കാര്യങ്ങൾ അമ്മയായിരിക്കും നോക്കുന്നത്, അച്ഛനേക്കാളും. മിക്കവാറും സ്കൂളിൽ പോകുന്നതും മീറ്റിങ്ങിന് പോകുന്നതും അവരുടെ പഠിത്ത കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. ജനറലായിട്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാത്ത കേസസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ എൻവയോൺമെന്റൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്കും നമ്മുടെ ഹോം ലൈഫുമായിട്ടുള്ള ബാലൻസ് ആണ്. അത് മാത്രമല്ല, നമ്മളൊരു കമ്മ്യൂണിറ്റിയിലും കൂടെ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ സോഷ്യൽ വെൽനെസ്സിലേക്കും അത് കണക്റ്റഡ് ആണ്. അപ്പൊ ആ കമ്മ്യൂണിറ്റി ഇതെല്ലാമായിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നതാണ് എൻവയോൺമെന്റൽ വെൽനെസ്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ വെൽനെസ്. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു വെൽബീയിങ്ങിലേക്ക് എത്താന്ന് വിചാരിക്കാം. പക്ഷെ ഫിനാൻഷ്യൽ വെൽനെസ് വരുമ്പോഴാണ് പലരും വിഷമിച്ചു പോകുന്നത്. മീൻസ് പലപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. പലപ്പോഴും നമ്മളുടെ തന്നെ ചില തെറ്റായ പ്രവർത്തികൾ കൊണ്ട് അങ്ങനെ ഫിനാൻഷ്യലി നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട്. ബിസിനസ് തകർന്നു പോകും. അപ്പൊ കോവിഡ് വന്ന സമയത്ത് പലരുടെയും ഫിനാൻഷ്യൽ വെൽനെസ് ഭയങ്കര ഡൗൺ ആയിരുന്നു. പക്ഷെ ചില ഏരിയയില് ബൂം ചെയ്തു. ചിലർക്ക് കോവിഡ് വന്നത് അവരുടെ ബിസിനസിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള പല ബിസിനസ്സുകളും ബൂമായ ഒരു സമയമാണ് കോവിഡ് ടൈം അല്ലേ. അപ്പൊ അതാണ് ഫിനാൻഷ്യൽ വെൽനെസ്. ഈ ടീച്ചർമാര് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവർക്ക് ചില സ്കൂളുകാര് പേയ്മെന്റ് കുറച്ചു, അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ഫിനാൻഷ്യൽ വെൽനെസ്, അത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റേബിൾ അല്ല, കൺസിസ്റ്റന്റ് അല്ല, സ്റ്റേബിൾ അല്ല. അത് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും ഫിനാൻഷ്യൽ വെൽനെസ്. ഓക്കെ, ഫിനാൻഷ്യലി നമ്മൾ ഹെൽത്തി, ഹാപ്പി, വറി ഫ്രീ അവസ്ഥയിലേക്ക് പോകണം. ഫിനാൻഷ്യലി നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം, വറി ഫ്രീ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകണം. അതാണ് ഫിനാൻഷ്യൽ വെൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, കൾച്ചറൽ വെൽനെസ്. പല ലെവലിൽ ജീവിക്കുന്നവർക്ക് പല രീതിയിലുള്ള കൾച്ചർ ഉണ്ടാവുമായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഈവൻ ഒരു ജില്ലയിൽ തന്നെ പല റീജിയൻ നോക്കിയാൽ തന്നെയും നമുക്ക് അവിടെ എല്ലാം പല കൾച്ചർ ഫോളോ ചെയ്യുന്നവരായിരിക്കും. പല ജില്ലയിൽ ഇപ്പൊ നോർത്ത് സൈഡിൽ പോലെ ആയിരിക്കില്ല സൗത്ത് സൈഡിൽ, അങ്ങനെയും ഉണ്ടാവും അല്ലെ. നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ പല കൾച്ചറുള്ള ആളുകളുണ്ട്. ഇത് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പറയാണ്, അത് ഭയങ്കര വീക്കാവുന്നു, അതിന് ക്ലാസ്സിരുന്ന് കേൾക്കാനോ ഒന്നും പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട് വരും. അങ്ങനെ പെട്ടെന്ന് ക്ലാസ്സിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ആ കുട്ടി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്തെങ്കിലും സുഖമില്ലാതായോ, പനി പിടിച്ചോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അപ്പോഴാണ് പറയുന്നത്, രണ്ട് കൾച്ചർ, രണ്ട് ഫുഡ് ഹാബിറ്റ്സ് ഉള്ള എന്താ പറയാ ഒരു ഫാമിലി ആണ് തമ്മിൽ നോട്ടായത്. അതായത് ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് വന്ന ഏരിയ, അതിന്റെ വീട്ടിലെ രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് അല്ല. കുട്ടിക്കൊന്നും ഒട്ടും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓർത്തു,
അതിനൊരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ചൂടെ? ഞാൻ കുക്ക് ചെയ്യുമെന്ന് ചോദിച്ചു, കുക്ക് ചെയ്യുന്നു. സോ ഡു വൺ തിങ്, ആളുടെ രീതിക്കുള്ള ഫുഡ് അവിടെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്കും ഉണ്ടാക്കുക, നമുക്കും ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുക. നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പൊ അത് നമുക്കിപ്പോ എന്തിനും സൊല്യൂഷൻ നമുക്ക് ചിലപ്പോൾ ടഫായിരിക്കാം ചില കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോ നമ്മൾ ബ്ലെയിം ചെയ്യുക, കരഞ്ഞോണ്ടിരിക്കുക എന്നുള്ളതിലല്ല, നമുക്കതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, വി ആർ നോട്ട് എ പേഴ്സൺ ടു ബ്ലെയിം എനിവൺ. നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാനിരിക്കുന്നവരല്ലല്ലോ, നമ്മൾ ജഡ്ജ് ചെയ്യാനിരിക്കുന്നവരല്ല. നമ്മൾക്ക് വാട്ട് ഷുഡ് ബി ഡു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യത്തിൽ? ഒരു കറി അതിൻ്റെ ഒപ്പം അങ്ങുണ്ടാക്കാം, എല്ലാവരും അത് എൻജോയ് ചെയ്യട്ടെ, ആ ഒരു രീതിയിൽ നോക്കാം. അല്ലാണ്ട് ഇവിടെ വയ്ക്കുന്നത് എനിക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് അവർ ഹെൽത്ത്, അല്ലെ, നമ്മുടെ ഹെൽത്തിനെ തന്നെയായിരിക്കും അത് ബാധിക്കും. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറൽ വെൽനെസ് അതാണ്. ആ ഒരു പല കൾച്ചറൽ ഡിഫറൻസ് വരുന്നു, അത് നമുക്ക് പൊരുത്തപ്പെടാനായിട്ട് പറ്റണം. പിന്നെ നമ്മളുടെ നീഡ്സ്, പലപ്പോഴും നമ്മളുടെ നീഡ്സ് ഒരാളുടെ നീഡ്സ് പോലെ ആയിരിക്കില്ല വേറൊരാളുടെ നീഡ്. പിന്നെ ഒരാളുടെ ഫ്രീഡം ഓഫ് ചോയ്സ് ആയിരിക്കില്ല വേറൊരാളുടെ. ഡ്രസ്സിങ് കൾച്ചർ ഉണ്ടാകും, ഫുഡ് ഹാബിറ്റ്സ്, ഫുഡിന്റെ കൾച്ചർ ഉണ്ടാകും, അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ ആയിട്ടുള്ള ഒരു ചോയ്സിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നത് ദാറ്റ് ഈസ് കൾച്ചറൽ വെൽനെസ്. അതേസമയം അവർ ഫോളോ ചെയ്ത പല കാര്യങ്ങളും അവർക്ക് ചെയ്യാതെ വരുമ്പോഴാണ് ഈ വെൽനെസ് താഴേക്ക് പോകുന്നത്. നെക്സ്റ്റ് ക്ലൈമറ്റ് വെൽനെസ്, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് വെൽനെസിന്റെ ഒരു വിങ്ങില് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി ക്ലൈമറ്റ് വെൽനെസ്. ഇന്ന് മോർണിംഗ് ഇവിടെ ഭയങ്കര മഴയായിരുന്നു, ഒരു 9 o'clock ആ സമയത്തൊക്കെ. ഇപ്പൊ മാറി. ഇന്നലെ ആ മഴ പെയ്തിരുന്നെങ്കിൽ കഷ്ടപ്പെട്ടു പോയേനെ. കാരണം ഇന്നലെ നമ്മുടെ മോണ്ടിസോറി 1, 2, 3 ബാച്ചിന്റെ കോൺവൊക്കേഷൻ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ബാച്ചുകൾ അങ്ങ് ഇറങ്ങുമായിരുന്നു 1, 2, 3. ആ സമയത്ത് എനിക്ക് കുറച്ചൊരു 15 മിനിറ്റ്സോളം പോകണം ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക്. അപ്പൊ ഞാൻ ആ മഴയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ സാരിയൊക്കെ ആകെ നശയായി ശരിയായി അങ്ങനെ അവിടെ എത്തുമായിരുന്നുള്ളൂ. ഞാൻ ഇന്ന് മഴ പെയ്തപ്പോ ആലോചിക്കുകയായിരുന്നു. ഒരു ക്ലൈമറ്റ് നമ്മളുടെ പല റൊട്ടീനെയും അതുപോലെ തന്നെ നമ്മുടെ പല ആക്ഷനെയും അഫക്റ്റ് ചെയ്യും. നല്ല ചൂടായാൽ നമുക്ക് ഒട്ടും പറ്റില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക, എനിക്ക് വലിയ പ്രോബ്ലം ഒന്നുമില്ല, ചൂടൊന്നുമില്ല, ഫാനുണ്ട്, വേണമെച്ച AC ഓൺ ചെയ്യാം. ബട്ട് ഇത് രണ്ടും വർക്കിംഗ് അല്ലെങ്കിൽ നല്ല ചൂട് സമയമാണെങ്കിൽ എനിക്ക് ഒട്ടും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ക്ലൈമറ്റ് വിൽ അഫക്ട് മൈ ആക്ഷൻസ്. ആ ക്ലൈമറ്റ് എന്നെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, എനിക്ക് ദേഷ്യം വരും. ചിലപ്പോൾ ക്ലാസ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ക്ലാസ് ഞാൻ എൻഡ് ചെയ്ത് കൊണ്ടുവരും, അങ്ങനത്തെ അവസ്ഥയൊക്കെ വരും അല്ലെ. അപ്പൊ ക്ലൈമറ്റ് വെൽനെസ്, ക്ലൈമറ്റ് നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഇപ്പോഴും അതിലെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഏതോ എന്താ പറയാ, യൂറോപ്യൻ കൺട്രീസിലെ ചില ഏരിയയിലൊക്കെ സൂര്യൻ കുറവായിരിക്കും, സൂര്യന്റെ സൺലൈറ്റ് കിട്ടുന്നത് കുറവായിരിക്കും. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഓവർകാസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും, ഇരുട്ട് മൂടി ഇങ്ങനെ കിടക്കും. അപ്പൊ അവർക്ക് ഡിപ്രഷൻ ആണെന്നാണ് പറയപ്പെടുന്നത്. സൂയിസൈഡ് റേറ്റും വളരെ കൂടുതലാണ്. ഏത് സ്ഥലം മറന്നു. അപ്പൊ അങ്ങനത്തെ ഏരിയ ഉണ്ട്. അങ്ങനെ ഇരുട്ട് മൂടി നമുക്ക് 2-3 ദിവസം ഭയങ്കര മഴ ഇരുട്ടായിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ഒരുമാതിരി തോന്നില്ലേ, ഒരു വെളിച്ചം ഇല്ലാത്തതിന്റെ ഒരു വല്ലാത്ത അവസ്ഥ അല്ലെ. അത് ഡിപ്രഷനിലേക്കൊക്കെ ആളുകളെ കൊണ്ടുപോകാറുണ്ടെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ്, ഒരു ദിവസം രാവിലെ എണീക്കുന്നു, സൂര്യൻ ഉദിച്ചിട്ടില്ല, ഭയങ്കര ഇരുട്ട് തന്നെ. അപ്പൊ കുറേ നേരം കഴിയുമ്പോഴേക്കും നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയാ, ഇതെന്താ ഇങ്ങനെ ഇരുട്ടെന്ന്. വല്ലപ്പോഴും ഇങ്ങനെ മഴയൊക്കെ പെയ്ത് ഇരുട്ടായിട്ട് വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമൊക്കെ തോന്നുമായിരിക്കും, കിടന്നുറങ്ങാൻ സുഖമാണല്ലോ. പക്ഷെ കുറേ ദിവസങ്ങൾ അതേ അവസ്ഥയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. ഫ്ലഡ് ടൈമിലൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് മഴ പെയ്തപ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ കാണാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഓരോരോ ഹ്യൂമൻ വെൽബീയിങ്ങിനെ അഫക്ട് ചെയ്യും ക്ലൈമറ്റ് വെൽനെസ് എന്ന് പറയുന്നത്. ഇതൊരു ന്യൂ ഏരിയ ആണ്. ക്ലൈമറ്റും നമ്മളുടെ ഇൻഡിവിജ്വൽസിന്റെ വെൽനെസ്സിനെ ബാധിക്കും എന്നുള്ളതാണ്. ഇത് ഞാൻ അയച്ചു തന്നു കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല.
ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? നമ്മൾ പ്ലാൻ ചെയ്തത് എന്തായിരുന്നു? ലാസ്റ്റ് 15 മിനിറ്റ്സ് നമ്മൾ ഇംഗ്ലീഷിൽ ബ്രീഫ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ? ഹു ഈസ് റെഡി? ആരാ റെഡി ആയിട്ടുള്ളത് ഇംഗ്ലീഷിൽ ഒന്ന് ബ്രീഫ് ചെയ്യാൻ? എന്താ പറയണം? ഓക്കെ, ആരാ റെഡി ആയിട്ടുള്ള ഇംഗ്ലീഷ് ബ്രീഫ് ചെയ്യാൻ? സജ്ന റെഡിയാണോ? വേറെ ആരെങ്കിലും? ഞാൻ പറയാം. ജസ്റ്റ് അവരെ മീൻസ് അവരെ നമുക്കൊന്ന് വിഷ് ചെയ്തിട്ട് നമുക്ക് പറയാം. Good morning, everyone. Today we learned about wellness. First one, physical fitness. Physical wellness. It depends on climate, social, environmental, physical, intellectual, emotional, spiritual, occupational, environmental, cultural, and climate wellness. Physical wellness means ability to bring out daily tasks with vigor, alertness. Emotional wellness, it is the capacity to manage the mental health. Social wellness means interaction to others with positive acceptance and contribution. Intellectual wellness, how we can analyze things, understand the things and share things, identify the problems and solve the problems. Next is spiritual wellness. Some natural forces existed in the universe, that forces controlling us. Occupational wellness means job satisfaction, choice of profession, personal appreciation, promotion, etc. Environmental wellness, the alliance between home and work. Financial wellness means financial stability, healthy and worry-free life. Cultural wellness means food. It depends. Cultural wellness depends on food, dressing, traditions. Climate wellness affect our routines, like flood, rain, etc. കഴിഞ്ഞു ma'am. Okay, so let me also conclude for them. So wellness, we have many areas, many things. Wellness is connected with health also. Okay, so first wing of wellness is physical wellness. Physical wellness, its features is proper physical activity, proper food habits like nutrition, and our proper rest like good sleep. Okay, so we should achieve strength, flexibility, fitness, etc. Then it also includes our diet, exercise, weight management, and free from bad habits. That's also. Then second one is emotional wellness. Emotional wellness is the capacity to manage stress. It is mainly focusing on stress management. We have many up and downs in our life. So how we manage that downs, this stresses or pressures, that is emotional wellness. The capacity to manage the stress is connected with emotional wellness. That includes our positive attitude towards others. Then like our sense of self-confidence, self-love, everything is connected with emotional wellness. Then social wellness, it is mainly connected with the interaction of individual with other people.
we are living in a community. So in many areas, we have to communicate with many type of people. So that interaction, it should be in positive way, then that means that is social wellness. And we should accept the person as they are. That is social acceptance. Then positive comfort with level with the society. That is social actualization. Positive comfort level with society. Then social contributions. We are taking many resources from our mother nature. So we are committed to our universe or our mother nature. So we should provide, we should contribute many things. For example, we have to plant more trees for protecting our mother nature. We are a part of the community. That feeling should be always in our mind. Then intellectual wellness. Intellectual wellness, that is we have many imagination and many creativities. How we use this imagination and creativity to achieve knowledge, that is intellectual wellness. We are facing many problems in our day-to-day life, right? So how to solve that problems, what actions to be taken, that is connected with intellectual wellness. Next, spiritual wellness. The whole universe is controlled by a force that is acceptable by all the individuals. So how we take that concept, how we understand that concept, that is related with spiritual wellness. Some are understanding that concept with their religious belief. They are following some traditions and belief. According to that, they are accepting this universe as a force. Some force is controlling this universe. So it is spiritual wellness. Then occupational wellness. Occupational wellness means our choice of profession, our job satisfaction, career ambitions, personal performance, appraisal in our job area. These all are the components of occupational wellness. Then comes environmental wellness. It is the balance between work life, that is our professional life and personal life, and with the community also. We are living in a community, we are a part of a community. So that in that environment, how we balance with all the sides of the things from the community, that is environmental wellness. Personal, professional, and the life in the community. These all three are balanced. That is environmental wellness. Then financial wellness. We know that the financial status of people are varying in different levels. So how we balance our financial problems, that is financial wellness. That is, we should be financially happy and worry-free state. So for this, local authorities, government are helping citizens to handle this type of financial instability. Next, cultural wellness. All of the individuals are coming from different part of our world. So many people are following different type of culture. The culture variations are in food habits, dressing habits, and like their routine habits. So there is many cultural differences in many areas. So how individuals cope up with this cultural difference, that is cultural wellness. Then comes climate wellness. Okay, climate, weather. Climate will affect the day-to-day life of human being. If it is a rainy day, then it is very difficult for us to go out. If it is very hot, then it is very difficult for us to do our daily actions like our profession or whatever it be. So climate will affect the wellness of every people. And it is an emerging dimension of wellness, and many research are going on in this climate wellness. If the room temperature in my room is not like, if it is very difficult for me to manage, then it will be very difficult for me to take classes. I'll be
frustrated. And somehow I will complete the class and I will just run out from this room. So that is a sort of wellness that is connected with climate. If the room is too hot, means it is very difficult for me to do my daily actions. If it is too hot in outside, then we won't able to go out. Okay, so that's all. That's the conclusion. And okay, fine. So anyone is ready to do sign out? Yes, ma'am. Thank. Good morning, everyone. I am Tansira, and it is my privilege to deliver the sign out for today's class about wellness. I just wanted to say thank you for your hard work in teaching our online class. I really appreciate your patience and dedication. I know online teaching can be challenging, but you have done a great job making our class engaging and accessible. Thank you, ma'am, and I would also like to thank you all my batchmates for active participation today. Prior Tracy, sign in Anjima, Thought Sajana. Thank you. Have a good day. Thank you, ma'am. Okay, you will be aware that link of wellness in your classroom now. I had already shared with the person, that is Raki, who is in our technical team. She will be sharing that link to you. Okay, fine. So നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് 20 minutes അല്ലെങ്കിൽ ലാസ്റ്റ് 15 minutes നമ്മളത് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. So go through that link. That is the concept of wellness that will be shared. I think it almost done. Maybe she shared it already. Okay, anyway, just check and go through that notes, and please prepare the notes as per your thinking. Like നിങ്ങൾ അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എഴുതി വെക്കും. ഓക്കെ, മേക്ക് ഇറ്റ് എ പേഴ്സണൽ നോട്ട് ഓഫ് ദാറ്റ് പോർഷൻ. ഓക്കെ ഫൈൻ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൺഫ്യൂഷൻ ആണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എനി ഡൗട്ട്സ്? Yes, ma'am. പറഞ്ഞോ, ആരെങ്കിലും ഒരാളെന്ന് പറയുന്നു. അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽത്തിനെ കുറിച്ച്. അത് ഇതുവരെ ഇട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിട്ടില്ല. എന്തായിരുന്നു ഞാൻ തന്നത് പറഞ്ഞു തന്നത്? വാട്ട് ഈസ് ഹെൽത്ത്, പിന്നെ ഹെൽത്തിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ്. 10 ഇൻഡിവിജ്വൽസിനെ മീറ്റ് ചെയ്ത് ചോദിക്കാനുള്ളതല്ലേ? അതെ മാം. സ്മോൾ സർവേ പോലുള്ളതല്ലേ? അതിട്ടേക്കാട്ടോ. Okay, friends. Okay then. Bye. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you, ma'am.